അദ്ദേഹം ഇപ്പോൾ ശ്രീവത്സത്തിലേക്ക് തിരിച്ചു. അതായത് ഈ കതർ മണ്ഡപത്തിൽ നിന്ന് അദ്ദേഹം ശ്രീവത്സത്തിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയം മാത്രമാണ്, അതായത് ഈ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ, വിവാഹ ചടങ്ങായതുകൊണ്ട് തന്നെ പ്രത്യേക ഈ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളോ അല്ലെങ്കിൽ പൂജകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നേരിട്ട് ഈ താലി കെട്ടുന്ന ചടങ്ങുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ പൂജാരിയുടെ സാന്നിധ്യത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇതിന്റെ അതായത് ഈ മാല എടുത്തു നൽകി, മാല പ്രധാനമന്ത്രി നൽകുന്നു. ഇവർ അങ്ങനെ ആ മാല ചാർത്തിക്കൊണ്ട് വിവാഹം കഴിക്കുന്നു. അത് ഭാഗ്യയും അതുപോലെ തന്നെ ശ്രേയസ്സും ഈ മാല ചാർത്തി വിവാഹം കഴിക്കുന്നു. പ്രധാനമന്ത്രി ആശംസകൾ നേരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി ആശംസകൾ നേർന്ന് അദ്ദേഹം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു താരസാന്നിധ്യം ഇപ്പോൾ അവിടെയുണ്ട്. എന്തായാലും ഇവരെല്ലാവരും ഇപ്പോൾ ഈ കതിർ മണ്ഡപത്തിൽ നിന്ന് മടങ്ങി എന്നുള്ളത് കൂടി നമുക്ക് ലഭിക്കുന്നു. അതായത് ഈ വിവാഹ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പ് പൂർത്തിയായ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ്. പ്രധാനമന്ത്രി എത്തി ഈ മാല പൂജാരിയിൽ നിന്ന് വാങ്ങി അത് വധൂവരന്മാർക്ക് കൈമാറി എന്നാണ് ഇപ്പോൾ സൂരജ് സജി റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ. അത് 24-ലാണ് ഈ ദൃശ്യങ്ങൾ ആദ്യമായി പ്രേക്ഷകരിലേക്ക് 24 ആണ് എത്തിക്കുന്നത്. പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നു. മാല പൂജാരിയിൽ നിന്ന് വാങ്ങി നൽകുന്നു. ചടങ്ങുകളിൽ പ്രധാന പങ്കാളിത്തം വഹിക്കുന്നു. വധുവരന്മാരെ ശ്രേയസ് മോഹനെയും ഭാഗ്യ സുരേഷിനെയും ആശീർവദിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസ് മോഹന്റെയും വിവാഹ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിൻ്റെയും പൂജിച്ചു നൽകിയ മാല വധുവരന്മാർക്ക് നൽകുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്നത് 24 ആണ്. ഇതിനുശേഷം അദ്ദേഹം ശ്രീവത്സം ഓഡിറ്റോറിയത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ നിന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്കാണ് പ്രധാനമന്ത്രി പോവുക. അതിനുശേഷം തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി പോകും. അവിടെ ക്ഷേത്രം തന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ക്ഷേത്ര ദർശനത്തിന് ശേഷം വീണ്ടും അദ്ദേഹം ശ്രീവത്സം ഓഡിറ്റോറിയത്തിലേക്ക് മടങ്ങിയെത്തും. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഭാഗ്യ സുരേഷ്, ശ്രേയസ് മോഹൻ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ മണ്ഡപത്തിനടുത്ത് തന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വലിയ താരനിരയും പ്രമുഖരുമൊക്കെ ഈ വിവാഹ ചടങ്ങുകൾ വീക്ഷിക്കാനെത്തിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും സകുടുംബമാണ് എത്തിയത്. മറ്റ് ചലച്ചിത്ര താരങ്ങൾ ജയറാം, ദിലീപ് അടക്കമുള്ള നിർമ്മാതാവ് സുരേഷ് കുമാറും കുടുംബവും അടക്കമുള്ള എല്ലാ പ്രമുഖരും അവിടെ എത്തിച്ചേർന്നിരുന്നു. എല്ലാവരും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഈ വിവാഹ ചടങ്ങുകൾ വീക്ഷിച്ചത്. പ്രധാനമന്ത്രി കതർ മണ്ഡപത്തിലേക്ക് നേരിട്ടെത്തുകയും വധൂവരന്മാരെ ആശീർവദിക്കുകയും അതിനുശേഷം അദ്ദേഹം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അവിടെ നിന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്കാണ് പ്രധാനമന്ത്രിയുടെ യാത്ര. അല്പസമയത്തിനകം തന്നെ തൃപ്രയാറിലേക്ക് പോയി അവിടെ നിന്ന് തിരികെ എത്തും പ്രധാനമന്ത്രി. ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി ചടങ്ങുകളിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ ചടങ്ങുകളുടെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം വലിയൊരു താരനിര തന്നെ ചടങ്ങ് വീക്ഷിക്കാനായി തൊട്ടടുത്ത് തന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയിടങ്ങളിൽ വലിയൊരു താരനിര തന്നെയുണ്ട്. താലികെട്ടിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. മാവേലിക്കര സ്വദേശിയാണ് ശ്രേയസ് മോഹൻ. മാവേലിക്കര സ്വദേശികളായ മോഹനന്റെയും ശ്രീവിദ്യയുടെയും മകനാണ്, ബിസിനസ്സുകാരനാണ്. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിനെ വിവാഹം ചെയ്യുന്നത്. താലികെട്ടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
സൗഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹൻ വിവാഹത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സൂരജ് സച്ചിൻ. എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ഒരു സജീവ സാന്നിധ്യം ആ ചടങ്ങ് മുഴുവനും പൂർത്തിയാകുന്നതുവരെ പ്രധാനമന്ത്രി അവിടെ തന്നെ ഉണ്ടായിരുന്നു. മാലയെടുത്തു കൊടുക്കുന്നു, അതിനുശേഷം താലികെട്ട്, അതിനുശേഷമുള്ള പൂമാല പരസ്പരം കൈമാറുന്ന ചടങ്ങ്, അതിനുശേഷം വധൂവരന്മാരെ ആശീർവദിക്കുന്നു. അതുവരെ തൊട്ടടുത്ത ഒരു ഉറ്റ ബന്ധുവിനെ എന്ന പോലെ പ്രധാനമന്ത്രി ആ ചടങ്ങുകളിൽ സജീവമായി തന്നെ പങ്കെടുത്തു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി അവിടെ നിന്ന് ശ്രീവത്സത്തിലെ ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയത്. ഇപ്പോൾ അദ്ദേഹം തൃപ്രയാറിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.